നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെയുള്ള ഇന്നത്തെ യാത്ര ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. നെടുങ്കയം അഥവാ കരിമ്പുഴ വന്യജീവി സങ്കേതം. നെടുങ്കയം മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വനപ്രദേശവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. അടുത്തുള്ള പ്രധാന പട്ടണമായ നിലമ്പൂരിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. സംസ്ഥാനത്തെ 18ാമത്തെ വന്യജീവി സങ്കേതവും 24ാമത്തെ സംരക്ഷിത പ്രദേശവും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവുമാണ് കരിമ്പുഴ. ചാലിയാർ നദിയുടെ പോഷക നദിയായ കരിമ്പുഴ നദിയിൽ നിന്നാണ് കരിമ്പുഴ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കരുളായി നെടുങ്കയത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും യാത്രക്കാർ ടിക്കറ്റ് എടുത്തതിനു ശേഷം ഈ തേക്കുതോട്ടത്തിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകാം. ഈ വഴിയിൽ നിരവധി സന്ദർശകർ ആനകളെ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ പാലത്തിനടുത്താണ് പാർക്കിംഗ് ഏരിയ. 20 വർഷം മുൻപത്തെ റിപ്പബ്ലിക് ദിന പരിപാടികളിൽ കേന്ദ്ര സർക്കാരിന്റെ അതിഥിയായി പങ്കെടുത്ത ആദിവാസി വയോധികൻ മറ്റൊരു റിപ്പബ്ലിക് ദിനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതാണ് മാത്തൻ. ഏഷ്യയിലെ ഏക ഗുഹാവാസികളായ ചോലനായ്ക്കരുടെ അധിപനായി കണക്കാക്കുന്ന ആളാണ് മാത്തൻ. മാത്തന് അങ്ങനെയൊരു മരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം കാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽപ്പെട്ട മക്കിബാരി, മൈലാടിപ്പൊട്ടി, കരിമ്പുഴ, പാണപ്പുഴ, മാഞ്ചേരി, കുപ്പമല, മണ്ണള, അളക്കൽ, അച്ചനാള തുടങ്ങിയ ഉൾക്കാട്ടിലെ മലവാരങ്ങളിൽ നിബിഡ വനങ്ങളുടെ നായകരായിരുന്നു മാത്തൻ. ആദിമ മനുഷ്യന്റെ പ്രതീകമായി കണ്ട മാത്തന്റെ ഭാര്യ കരിക്കയോടൊപ്പമുള്ള ശില്പം കരുളായി ടൂറിസം ഭാഗത്ത് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ഏക ഗുഹാവാസികളായി അറിയപ്പെടുന്ന ചോലനായ്ക്കരുടെ അധിപനായി കാണുന്ന മാത്തനെ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ആദരിക്കുകയും ചെയ്തിരുന്നു. കരിമ്പുഴ നദിയുടെ ഭംഗി ആസ്വദിക്കുക എന്നതാണ് നെടുങ്കയത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. വൈകുന്നേരത്തിന് മുമ്പ് കരിമ്പുഴയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സന്ദർശകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്ധ്യ മുതൽ കാട്ടാനകൾ പ്രദേശത്തിറങ്ങുന്നതായി നാട്ടുകാർ പറയുന്നു. കരിമ്പുഴയിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ എത്തുന്ന സന്ദർശകർ മുങ്ങിക്കുളിക്കാതെ പോകാറുമില്ല. നെടുങ്കയത്ത് പുഴയിൽ അപകടം പതിയിരിക്കുന്നതിനാൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് മഴക്കാടുകൾ. ശുദ്ധവായുവും തെളിഞ്ഞ വെള്ളവും അപൂർവ ഇനം സസ്യജന്തുജാലങ്ങളും ഈ സ്ഥലത്തെ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. കയം എന്ന മലയാള വാക്കിനർത്ഥം നദിയുടെ ആഴമേറിയ ഭാഗം എന്നാണ്. നെടുങ്കയം ആഴമേറിയതും അപകടകരവുമാണ്. നീലഗിരി കുന്നുകൾക്ക് സമീപമുള്ള നിലമ്പൂർ വനമേഖലയുടെ അതിർത്തിയിലാണ് ഈ സ്ഥലം. കരുളാഴി വഴി നെടുങ്കയം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിച്ചേരാം. തേക്കും മറ്റു തടികളും കൊണ്ടുപോകുന്നതിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 2 ഗർഡർ പാലങ്ങൾ നദിക്ക് കുറുകെയുണ്ട്. ഇപ്പോഴും ശക്തവും സുരക്ഷിതവുമാണ്. വനം വകുപ്പിന്റെ പഴയകാല പ്രതാപം വിളിച്ചോതുന്ന സ്മാരകങ്ങളും ഇവിടെയുണ്ട്. ഇന്നും പുതുമയും ഫലവും വേരോടെ നിലനിൽക്കുന്ന 1930കളിൽ നിർമ്മിച്ച കമ്പിപ്പാലങ്ങളാണ് അവയിലൊന്ന്. ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന EK ഡോസൻ ആണ് ഇതിന്റെ ശില്പി. കരിമ്പുഴയിൽ മുങ്ങി മരിക്കുകയായിരുന്നു ഡോസൻ. ഇദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നും നെടുങ്കയത്ത് സംരക്ഷിച്ചിരിക്കുന്നു. പ്രദേശത്തെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ബ്രിട്ടീഷ് ഫോറസ്റ്റ് എഞ്ചിനീയറായ ES ഡോസന്റെ വിശ്രമ സ്ഥലത്തേക്ക് നമുക്ക് നടക്കാം. ഡോസൺ ആ സ്ഥലത്തെയും ഒടുവിൽ തന്റെ ജീവൻ അപഹരിച്ച നദിയെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ശവകുടീരത്തിന്റെ അടുത്ത് നിന്ന് മറ്റൊരു പാത നദിയിലേക്കാണ് പോകുന്നത്. കരിമ്പുഴ നദിക്ക് സന്ധ്യാകാലത്ത് സ്വർണ്ണവർണ്ണമായാണ് കാണപ്പെടുന്നത്. ഒഴുകുന്ന വെള്ളത്തിന്റെ സൗന്ദര്യം യാത്രികരെ കുളിക്കാൻ നദിയിലേക്ക് ആകർഷിക്കുന്നു. പക്ഷേ മരണത്തിന്റെ നിഴൽ അവിടെയുമുണ്ട്. നദിയുടെ ആഴമേറിയ പ്രദേശത്തിനപ്പുറം ഡോസൺ ഒരിക്കൽ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവുണ്ട്. മാവോയിസ്റ്റ് ഭീഷണി കണക്കിലെടുത്ത് നിലവിൽ വിനോദസഞ്ചാരികൾക്ക് ബംഗ്ലാവിൽ താമസിക്കാൻ അനുവാദമില്ല.
ഡോസന്റെ ശവകുടീരത്തിന്റെ ഇടതുവശത്ത് ഇരുവശത്തും ഇടതൂർന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു റോഡുണ്ട്. അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ആന പരിശീലന കേന്ദ്രത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് ആനകളെ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ കൂട് മാത്രമാണ്. മുമ്പ് കാട്ടിൽ നിന്ന് പിടികൂടിയ കാട്ടാനകളെ ഇവിടെ മെരുക്കിയിരുന്നു. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരും വരെ നെടുങ്കയത്ത് ആനപ്പിടുത്തം നടന്നിരുന്നു. അതിന്റെ സ്മാരകങ്ങളാണ് ഇന്ന് കാണുന്ന ആനപ്പന്തിയും ഉൾവനത്തിലെ വാരിക്കുഴികളും. താപ്പാനകൾക്കും മറ്റും ഭക്ഷണ സാമഗ്രികൾ സൂക്ഷിച്ച കൂറ്റൻ പത്തായം കരുളായി റേഞ്ച് ഓഫീസിൽ ഇപ്പോഴുമുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ട്രെയിനിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ട്രൈബൽ സ്കൂൾ. വളരെ മനോഹരമായാണ് ഈ വിദ്യാലയം നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനായി മറ്റു പല സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് വലിയ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ വിദ്യാലയം കാണാൻ തന്നെ മനോഹരമാണ്. പുരാതന ഗോത്രമായ ചോലനായ്ക്കരുടെ ആവാസ കേന്ദ്രമാണിവിടം. വീടുകളിൽ താമസിക്കാൻ മടിക്കുന്ന ചോലനായ്ക്കർ തുറസായ സ്ഥലങ്ങളിലോ പാറക്കെട്ടുകൾക്കിടയിലോ ആണ് ജീവിതം നയിക്കുന്നത്. നിത്യഹരിത വനങ്ങൾ, അർദ്ധനിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, ആർദ്രവനം, പുൽമേടുകൾ, ചോലവനങ്ങൾ, മലമുകളിലെ മിതശീതോഷ്ണ വനം, ഈറ്റമുളങ്കാടുകൾ എന്നിവ ഒന്നിച്ചു കാണുന്ന ഏക വന്യജീവി സങ്കേതം. മനുഷ്യസ്പർശമേൽക്കാത്ത പ്രദേശങ്ങൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം വിസ്തൃതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് 4ാം സ്ഥാനത്താണ്. നിത്യഹരിത വനപ്രദേശങ്ങളും തേക്ക് തോട്ടങ്ങളും പുഴകളും നെടുങ്കയത്തെ അവിസ്മരണീയമായ കാഴ്ചകളാണ്. കാട്ടുപോത്ത്, കടുവ, മക്കാക്ക്, മാൻ, കാട്ടുപൂച്ച തുടങ്ങി പശ്ചിമഘട്ടത്തിലെ നിരവധി സസ്തനികളെ ഇവിടെ കാണാം. 200-ലധികം ഇനം പക്ഷികളും ഈ പ്രദേശത്തുണ്ട്. പകൽ പോലും രാത്രിയുടെ പ്രതീതി നൽകുന്ന സൂര്യപ്രകാശം തടയുന്ന ഉയരമുള്ള ഗംഭീരമായ മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം മുഴുവൻ സന്ദർശകരെ ആസ്വാദ്യകരമാക്കുന്നു. വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഈ സന്ദർശനം ഇവിടെ അനുവദിക്കൂ.